ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. കേരയിൽ അനുമതിക്കായി വീണ്ടും കേരളത്തിൻ്റെ ശ്രമം. സെമി ഹൈസ്പീഡ് പദ്ധതിക്ക് അനുമതി തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുമെന്ന് റിപ്പോർട്ടുകൾ. അതേസമയം ദേശീയപാത തകർന്ന വിഷയത്തിൽ നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി നാളെ കൂടിക്കാഴ്ച നടത്തും. വാർത്തകൾ വിശദമായി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പോരിന് 12 സ്ഥാനാർത്ഥികൾ. ഇടത് സ്ഥാനാർത്ഥി എൻ സ്വരാജ്, തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി PV അൻവർ, BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജും ഇന്നലെ പത്രിക നൽകി. ഈ മാസം 5-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മലപ്പുറം ജില്ലയ്ക്കെതിരെ വലിയ ചതിപ്രയോഗം നടത്തിയ ആളാണ് മുഖ്യമന്ത്രിയെന്ന് KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. സ്വർണ്ണക്കടത്തിൻ്റെയും കള്ളപ്പണത്തിൻ്റെയും നാടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി മലപ്പുറത്തെ അപമാനിച്ചുവെന്നും ആ ചതിപ്രയോഗം നടത്തിയത് മറക്കാനാവില്ലെന്നും KC വേണുഗോപാൽ UDF കൺവെൻഷനിൽ പങ്കെടുത്തു പറഞ്ഞു. ചതിയെന്ന വാക്ക് ഉപയോഗിക്കാൻ ഏറ്റവും യോഗ്യൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും KC കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലിൻ്റെ വിമർശനങ്ങൾക്ക് മറുപടിയായി മന്ത്രി മുഹമ്മദ് റിയാസ്, കേരളത്തിലെ BJPയുടെ നിയമസഭയിലെ ആദ്യ അക്കൗണ്ട് പൂട്ടിച്ചത് നേതൃത്വം നൽകിയ മനുഷ്യൻ്റെ പേരാണ് പിണറായി വിജയനെന്നും രാജസ്ഥാനിലെ സ്വന്തം രാജ്യസഭാ സീറ്റ് BJPക്ക് വെള്ളിത്താലത്തിൽ വെച്ച് നീട്ടി കേരളത്തിലേക്ക് അധികാര കൊതി മൂത്ത് വണ്ടി കയറിയ മനുഷ്യൻ്റെ പേരാണ് KC വേണുഗോപാലെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ആരെയാണ് ചതിക്കുന്നതെന്ന് മതനിരപേക്ഷ കേരളം തിരിച്ചറിയുമെന്നും ചതിയെക്കുറിച്ച് പ്രസംഗിച്ചവർ മനസ്സിലാക്കിയാൽ നല്ലതെന്നും മുഹമ്മദ് റിയാസ് തിരിച്ചടിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് UDF കൺവെൻഷനിൽ പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും പങ്കെടുത്തില്ല. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങളും പാണക്കാട് മുൻവർ അലി ഷിഹാബ് തങ്ങളും മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി തങ്ങളും UDF കൺവെൻഷനിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ PK കുഞ്ഞാലിക്കുട്ടി അടക്കം മുസ്ലിം നേതാക്കൾ കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു. അതേസമയം നിലമ്പൂരിലെ UDF കൺവെൻഷനിലെ പാണക്കാട് കുടുംബാംഗങ്ങളുടെ അസാന്നിധ്യം ചർച്ചയായതിന് പിന്നാലെ നിലമ്പൂർ മണ്ഡലത്തിലെ പോത്തുകലിൽ അബ്ബാസ് അലി തങ്ങൾ പ്രചരണം ഉദ്ഘാടനം ചെയ്യുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് വ്യക്തമാക്കി. അൻവറിനെ കൂടെ കൂട്ടണം എന്നുണ്ടായിരുന്നു എന്നും എന്നാൽ ആ അധ്യായം അടച്ചത് അൻവർ തന്നെയാണെന്നും മുതിർന്ന ലീഗ് നേതാവ് അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLA പറഞ്ഞു. നോമിനേഷൻ പിൻവലിപ്പിച്ച അൻവറിനെ സഹകരിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ UDF നേതൃത്വം പരിശോധിക്കട്ടെ എന്നും വള്ളിക്കുന്ന് MLA കൂടിയായ ഹമീദ് മാസ്റ്റർ ഇന്നലെ പറഞ്ഞിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PV അൻവറിൻ്റെ സ്ഥാവര ജംഗമ ആസ്തികളുടെ മൊത്തം മൂല്യം 34.07 കോടി രൂപ. 20.60 കോടി രൂപയുടെ ബാധ്യതയും അൻവറിനുണ്ട്. തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശത്തിനൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് അൻവർ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. കയ്യിൽ പണമില്ലാത്തതിനാൽ മത്സരിക്കാനില്ലെന്ന് കഴിഞ്ഞ ദിവസം അൻവർ വ്യക്തമാക്കിയിരുന്നു. ബ്ലാക്ക് മെയിലിംഗിലാണ് PV അൻവറിൻ്റെ രാഷ്ട്രീയമെന്ന്, എന്തിനാണ് ഈ വേണ്ടി വന്നാൽ ഈ ഭീഷണിയെന്നും അത് ജനങ്ങൾക്ക് മുന്നിൽ കാണിക്കണമെന്നും ഫേസ്ബുക്കിലൂടെ വെല്ലുവിളിച്ച കോൺഗ്രസ് നേതാവ് VT ബൽറാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനിടെ സംസ്ഥാന സർക്കാർ രൂക്ഷ വിമർശനവുമായി ഓർത്തഡോക്സ് സഭ ബത്തേരി ഭദ്രാസനം. വന്യജീവി ആക്രമണം തുടർന്നതിലാണ് ഓർത്തഡോക്സ് സഭ സുൽത്താൻ ബത്തേരി ഭദ്രാസനം സർക്കാരിനെതിരെ തുറന്നടിച്ചത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വന്യജീവി പ്രശ്നം ചർച്ചയാകുന്നതിനിടെയാണ് ഓർത്തഡോക്സ് സഭയുടെ വിമർശനം. വന്യജീവി ആക്രമണങ്ങൾ വനംവകുപ്പിൻ്റെ നിരുത്തരവാദപരമായ പെരുമാറ്റ വിമർശനാത്മകമാണെന്നും കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നടപടികൾ വേഗം നടക്കുന്നില്ലെന്ന് സർക്കാരിൻ്റെ കഴിവുകേടാണെന്നും മെത്രോപൊലിത്ത വിമർശിച്ചു. നിർമ്മാതാവ് സാന്ദ്ര തോമസിനെതിരെ ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ കോടതിയെ സമീപിച്ചു. പ്രൊഡക്ഷൻ കൺട്രോളർമാരെ സാന്ദ്ര തോമസ് മോശക്കാരാക്കി ചിത്രീകരിച്ചു എന്നാണ് സംഘടന പറയുന്നത്. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് മാനനഷ്ട കേസാണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ എറണാകുളം സബ് കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ആശാ വർക്കർമാർക്ക് ഓണറേറിയം നൽകുന്നതിൽ സർക്കാർ കൊണ്ടുവന്ന ഉപാധികൾ കടുത്ത വഞ്ചനയാണെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് VK സദാനന്ദൻ. സംസ്ഥാനത്ത് പലയിടത്തും ഓണറേറിയം വെട്ടിച്ചുരുക്കി. വേരിയബിൾ ഇൻസെൻറ്റീവ് 500 രൂപയിൽ താഴെ പോയവർക്ക് പ്രതിമാസം കിട്ടുന്നത് 3500 രൂപ മാത്രമാണ്. ഓണറേറിയം നൽകുന്നതിൽ കൊണ്ടുവന്ന മാനദണ്ഡം പിൻവലിക്കുമെന്നും സർക്കാർ ഉറപ്പു നൽകിയതാണെന്നും സർക്കാർ വാഗ്ദാനം ലംഘിച്ചുവെന്നും സദാനന്ദൻ കുറ്റപ്പെടുത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളെല്ലാം അവസാനിപ്പിക്കുന്നതായി പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചതിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായി നടി പാർവതി തിരുവോത്ത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച 5.5 വർഷമായില്ലെന്നും എന്തെങ്കിലും തീരുമാനമായോ എന്നും മുഖ്യമന്ത്രിയോടായി പാർവതി തിരുവോത്ത് ചോദിച്ചു. യുവ അഭിഭാഷക മർജ്ജ കേസിൽ പ്രതിയായ ബെയിലിൻ ദാസിനെ തിരിച്ചടി. വഞ്ചിയൂർ പോലീസ് പരിധിയിൽ പ്രവേശിക്കണമെന്ന ജാമ്യാപേക്ഷയിൽ ഇളവ് തേടി ബെയിലിംഗ് നൽകിയ ഹർജി കോടതി തള്ളി. ജില്ലാ സെഷൻ കോടതിയാണ് ഹർജി തള്ളിയ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് നിബന്ധനകളുടെ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത്. കൊഴുപ്പുമാറ്റൽ ശസ്ത്രക്രിയ തുടർന്ന് യുവതി ഗുരുതരാവസ്ഥയിലായ സംഭവത്തിൽ ചികിത്സാ പിഴവ് പരിശോധിക്കുമെന്ന് ആരോഗ്യവകുപ്പിന്റെ ഉന്നത സമിതി. ജില്ലാ സമിതിയിൽ ചികിത്സാ പിഴവ് കണ്ടെത്തിയിരുന്നില്ല. ഈ റിപ്പോർട്ട് എത്തിക്സ് കമ്മിറ്റി തള്ളിയിരുന്നു. DMO നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഉന്നതതല സമിതിക്ക് പരിശോധന വിട്ടത്. ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചതിനെ തുടർന്ന് യുവതിയുടെ 9 വിരലുകൾ നഷ്ടമായിരുന്നു.
കേരളം കാണാനെത്തി എറണാകുളം വൈപ്പിൻ വളപ്പ് ബീച്ചിൽ കുളിക്കാനിറങ്ങിയ 9 യമൻ വിദ്യാർത്ഥികളെ കാണാതായി. 22 വയസ്സുള്ള ജിബ്രാൻ ബലീൽ, 21 വയസ്സുള്ള അബ്ദുൽ സലാം മവാദ് എന്നിവരെയാണ് കാണാതായത്. ഇരുവരും സഹോദരങ്ങളാണ്. കോയമ്പത്തൂർ രക്തം കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇവർ. വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസികളുടെ തട്ടിപ്പിൽ വീഴുന്ന മുന്നറിയിപ്പുമായി കേരള പോലീസ്. ഈ മൈഗ്രേറ്റിൽ രജിസ്റ്റർ ചെയ്ത് റിക്രൂട്ടിംഗ് ഏജൻസികളുടെ മാത്രം കുടിയേറാനും പ്രലോഭനങ്ങളുമായി പലരും വരുമെന്നും അതിൽ വീഴരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിൽ കൊച്ചിയിൽ ഓഫീസിൽ വിജിലൻസ് സംഘമെത്തി. ED അസിസ്റ്റന്റ് ഡയറക്ടർ പ്രതിയായ അഴിമതി കേസിലെ വിവര ശേഖരണത്തിന്റെ ഭാഗമായി നോട്ടീസ് നൽകാനാണ് വിജിലൻസ് സംഘം എത്തിയത്. വിജിലൻസ് കേസിലെ പരാതിക്കാരന്റെ ED നേരത്തെ രജിസ്റ്റർ ചെയ്ത കള്ളപ്പണ കേസിന്റെ വിശദാംശങ്ങൾ ലഭിക്കാനാണ് നോട്ടീസ് നൽകിയതെന്ന് വിജിലൻസ് SP S ശശിധരൻ വ്യക്തമാക്കി. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന 3 ജില്ലാ വിദ്യാസ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാസ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭർത്താവ് മരിച്ച ശേഷം കുട്ടികളുമായി അതേ വീട്ടിൽ കഴിയുന്നതിന് ഭാര്യയ്ക്ക് നിയമപരമായ അവകാശമുണ്ടെന്ന് ഹൈക്കോടതി. ഗാർഹിക പീഡന നിരോധന നിയമം അനുസരിച്ച് സ്ത്രീ സമാനത്തോടെ ആ വീട്ടിൽ കഴിയും തടയാനോ അവരെ ഇറക്കിവിടാനോ അവകാശമില്ലെന്ന് ജസ്റ്റിസ് MB സ്നേഹലത വ്യക്തമാക്കി. ഭർത്താവിൻ്റെ സഹോദരങ്ങളും ഭാര്യമാരും ഭർത്തൃമാതാവും ദ്രോഹിക്കുന്നുവെന്നും വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടെന്നും കാണിച്ച് പാലക്കാട് സ്വദേശിയായ യുവതിയാണ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. പാലക്കാട് കൊടുന്തരപ്പുള്ളിയിൽ അച്ഛൻ മകനെ വെട്ടിക്കൊന്നു. മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ മകൻ സിജിലിനെ അച്ഛൻ ശിവൻകുട്ടി കൊലപ്പെടുത്തിയായിരുന്നു. കൊല്ലപ്പെട്ട സിജിൽ കാപ്പാക്കോസ് പ്രതിയാണ്. കൃത്യത്തിന് ശേഷം ഉള്ളിൽ പോയ അച്ഛൻ ശിവൻകുട്ടിയെ രാത്രി 10 പോലീസ് പിടികൂടി. എറണാകുളം മുനമ്പം പള്ളിപ്പുറത്ത് യുവാവ് പങ്കാളി വീടിനടുത്തുള്ള കടലിൽ വെച്ച് കുത്തി കൊലപ്പെടുത്തി. പനമ്പള്ളി നഗർ സ്വദേശി പ്രീത ആണ് കൊല്ലപ്പെട്ടത്. മണിരത്നം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന തക് ലൈഫ് എന്ന തമിഴ് ചിത്രം കർണാടകയിൽ നിരോധിക്കുന്ന നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി കമൽഹാസൻ ഹൈക്കോടതിയിൽ. പാട്ടത്തിനെടുത്ത തോട്ടത്തിൽ നിന്നും 50,000 രൂപയുടെ മാമ്പഴം മോഷ്ടിച്ചെന്നാരോപിച്ച് ഗുജറാത്തിലെ സൂറത്തിൽ തൊഴിലാളിയെ മർദ്ദിച്ചു കൊലപ്പെടുത്തി. മെയ് 22-നാണ് 5 പേർ ചേർന്ന് മോഷണം ആരോപിച്ച് തൊഴിലാളിയായ സുരേഷ് വർമ്മയെ കൊന്ന് മൃതശരീരം കനാലിൽ തള്ളിയത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ അതിതീവ്ര മഴയിൽ ആസം, സിക്കിം, അരുണാചൽ പ്രദേശ് അടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിനോദസഞ്ചാരികൾ കുടുങ്ങി. കൂട്ടത്തിൽ സിക്കിമിലെ ലാൻചോങ്ങിൽ കുടുങ്ങിയ 1672 വിനോദസഞ്ചാരികളെ രക്ഷിച്ചെന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഇവരെ സുരക്ഷിതമായ സ്ഥലത്ത് എത്തിച്ചിട്ടുമുണ്ട്. ഇപ്പോഴും നിരവധി വിനോദസഞ്ചാരികൾ സിക്കിമിന്റെ പലയിടങ്ങളിലും കുടുങ്ങിക്കിടക്കുകയാണ്. ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളുമായി ദില്ലിയിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബി കൂടിക്കാഴ്ച നടത്തി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PV അൻവറിന് ആം ആദ്മി പാർട്ടി പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്ന സാഹചര്യത്തിൽ കൂടിയാണ് കൂടിക്കാഴ്ച. തുർക്കി സ്ത്രീകളോട് ലക്ഷ്യമിട്ട് അധിക്ഷേപകരമായ പരാമർശം നടത്തിയാരോപിച്ച് പ്രതിഷേധം ഉയർത്തിനെ തുടർന്ന് ഇന്ത്യൻ യൂട്യൂബറെ തുർക്കിയിൽ അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ടുകൾ. മാലിക് സോഷ് ബക്ലാർ എന്നറിയപ്പെടുന്ന യൂട്യൂബർ മാലിക് SD ഖാനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. രാഷ്ട്രപിതാവും മുൻ പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ ചിത്രം ബംഗ്ലാദേശിലെ പുതിയ കറൻസി നോട്ടിൽ നിന്ന് ഒഴിവാക്കി. രാഷ്ട്രപതിയുടെ ചിത്രത്തിന് പകരം ഹിന്ദു ബുദ്ധ ക്ഷേത്രങ്ങളുടെയും ചരിത്ര സ്മാരകങ്ങളുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയുള്ളതാണ് പുതിയ കറൻസി. 2020 ജൂൺ 1 ഞായറാഴ്ച മുതൽ പ്രാബല്യത്തിലായ നിലയിലാണ് പുതിയ നോട്ടുകൾ പുറത്തിറക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ജമാഅത്തി ഇസ്ലാമിയുടെ വിലക്ക് നീക്കി ബംഗ്ലാദേശ് സുപ്രീം കോടതി. ജമാഅത്തി ഇസ്ലാമിയെ രാഷ്ട്രീയ പാർട്ടിയായി അംഗീകരിച്ച് രജിസ്ട്രേഷൻ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. 1970 വിമോചന യുദ്ധത്തിൽ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ നിന്ന് മെയ് 28-ന് ജമാഅത്തി നേതാവ് ATM അസ്റുൽ ഇസ്ലാമിനെ കോടതി കുറ്റവിമുക്തനാക്കിയതിന് ദിവസങ്ങൾക്ക് പിന്നാലെയാണ് ഈ നടപടി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.